സംസ്ഥാന വ്യാപകമായി വലിയ ആഘോഷങ്ങളോടെ തുടക്കം കുറിച്ച പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിക്ക് കൊല്ലം ജില്ലയിൽ ഉദ്ഘാടന ദിവസം തന്നെ ആകെ കല്ലുകടി ഉണ്ടായതായി ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. യാത്രക്കിടയിൽ UDF മന്ത്രി ബിന്ദു കൃഷ്ണയുടെ ദേഹത്ത് ചൂട് പായസം വീണതിന് പുറമെ കുണ്ടറയിൽ നിന്ന് കായംകുളത്തേക്ക് ആദ്യ സർവീസ് നടത്തിയ പ്രിയദർശിനി ബസ് സാങ്കേതിക തകരാറിനെ തുടർന്ന് വഴിയിലാവുകയും ചെയ്തു. പദ്ധതിയുടെ ആദ്യ ദിവസം തന്നെ KSRTCക്ക് വലിയ തിരിച്ചടിയാണ് കൊല്ലത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. സംസ്ഥാന വ്യാപകമായ വലിയ ആഘോഷങ്ങളുടെയും ജനപ്രിയ പ്രഖ്യാപനങ്ങളുടെയും തുടക്കം കുറിച്ച പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിക്ക് കൊല്ലം ജില്ലയിൽ ആദ്യ മണിക്കൂറുകളിൽ തന്നെ വലിയൊരു സാങ്കേതിക തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത്. KSRTCയുടെ ഫിറ്റ്നസ് പരിശോധനകളിലെ പോരായ്മകളിലേക്ക് വിരൽ ചൂണ്ടുന്നതായിരുന്നു ഈ സംഭവം. രാവിലെ വലിയ പ്രതീക്ഷകളോടെ യാത്രക്കാരുമായി പുറപ്പെട്ട ബസ്സാണ് മിനിറ്റുകൾക്കകം വഴിയിൽ കിടന്നത്. അന്ന് രാവിലെ കൃത്യം 8:30-ഓടെയാണ് സാധാരണക്കാരായ യാത്രക്കാരുമായി കുണ്ടറയിൽ നിന്നും കായംകുളത്തേക്ക് പ്രിയദർശിനി ബസ് അതിന്റെ കന്നി സർവീസ് ആരംഭിച്ചത്. എന്നാൽ യാത്ര തുടങ്ങി അധികം വൈകുന്നതിന് മുൻപ് തന്നെ എയർ ലീക്ക് ആയതിനെ തുടർന്ന് ബസ് വഴിയിൽ പണിമുടക്കുകയായിരുന്നു. ബസിന്റെ സുപ്രധാന സാങ്കേതിക സംവിധാനങ്ങളിൽ ഒന്നിലുണ്ടായ ഈ തകരാർ കാരണം സർവീസ് പൂർത്തിയാക്കാൻ കഴിയാതെ ബസ് വഴിയിൽ നിർത്തേണ്ടി വന്നു. ഉദ്ഘാടന ദിവസം തന്നെ ബസ് വഴിയിലായത് യാത്രക്കാർക്കിടയിൽ വലിയ പ്രതിഷേധത്തിനും നിരാശയ്ക്കും കാരണമായി. ആദ്യ സർവീസ് തന്നെ പാതി വഴിയിൽ മുടങ്ങിയതോടെ യാത്രക്കാർ കടുത്ത പ്രതിസന്ധിയിലായി. എന്നാൽ സമയം വൈകാതെ തന്നെ KSRTC അധികൃതർ വിഷയത്തിൽ ഇടപെടുകയും യാത്രക്കാരെ ഉടനടി തന്നെ മറ്റൊരു ബസ്സിലേക്ക് കയറ്റിവിടുകയും ചെയ്തു. തുടർന്ന് കൊല്ലം ഡിപ്പോയിൽ നിന്നുള്ള പ്രത്യേക മെക്കാനിക്കൽ ജീവനക്കാരെത്തിയാണ് റോഡിൽ കിടന്ന ബസിന്റെ തകരാർ പരിഹരിച്ച് ഡിപ്പോയിലേക്ക് മാറ്റിയത്. സർക്കാരിന്റെ അഭിമാന പദ്ധതിയുടെ തുടക്കത്തിലുണ്ടായ ഈ തടസ്സം സോഷ്യൽ മീഡിയയിലടക്കം വലിയ ചർച്ചയായിട്ടുണ്ട്. സ്ത്രീകളുടെ സുരക്ഷിതവും സൗജന്യവുമായ യാത്രയ്ക്ക് വേണ്ടിയുള്ള വലിയൊരു പദ്ധതിയുടെ ഉദ്ഘാടന ദിവസം തന്നെ ബസിന് അത്തരമൊരു സാങ്കേതിക തകരാർ സംഭവിച്ചത് KSRTCയുടെ മെയിന്റനൻസ് വിഭാഗത്തിന്റെ വലിയ വീഴ്ചയായി കണക്കാക്കുന്നു. കൃത്യമായ പരിശോധനകൾ നടത്താതെയാണ് ഉദ്ഘാടനത്തിനായി ബസ്സുകൾ നിരത്തിൽ ഇറക്കിയതെന്ന തരത്തിലുള്ള വിമർശനങ്ങളും യാത്രക്കാർക്കിടയിൽ നിന്നും ഉയരുന്നുണ്ട്. കൊല്ലം ജില്ലയിലെ പ്രിയദർശിനി പദ്ധതിയുടെ ഉദ്ഘാടന വേദിയിൽ സാങ്കേതിക തടസ്സങ്ങൾ മാത്രമല്ല അപ്രതീക്ഷിതമായ ചില നാടകീയ സംഭവങ്ങളും അരങ്ങേറുകയുണ്ടായി. വലിയ ജനക്കൂട്ടവും തിരക്കും നിയന്ത്രിക്കാൻ കഴിയാതെ വന്നതോടെ ചടങ്ങിനിടയിൽ പരിഭ്രാന്തി സൃഷ്ടിച്ച ഒരു അപകടത്തിലേക്ക് നയിച്ചു. UDF സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിലൊന്ന് യാഥാർത്ഥ്യമായതിന്റെ വലിയ ആവേശത്തിലായിരുന്നു പ്രാദേശിക നേതാക്കളും അണികളും. പ്രിയദർശിനി പദ്ധതി യാഥാർത്ഥ്യമായതിന്റെ ആഹ്ലാദ സൂചകമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൊല്ലം ഡിപ്പോയിൽ വെച്ച് മധുരപലഹാരങ്ങളും പായസവും വിതരണം ചെയ്തിരുന്നു. എന്നാൽ ബസ്സിലെ ആദ്യ യാത്രയിലെ കടുത്ത തിരക്കിനിടെ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ തലയിലേക്ക് ചൂട് പായസം മറഞ്ഞു വീഴുകയായിരുന്നു. ആഹ്ലാദ പ്രകടനങ്ങൾ ിൽ പെട്ടെന്നുണ്ടായ ഈ സംഭവം പ്രവർത്തകർക്കിടയിൽ വലിയ പരിഭ്രാന്തി പരത്തി. തിരക്ക് വർദ്ധിച്ചതും ആളുകൾ ബസ്സിലേക്ക് ഇടിച്ചു കയറിയതുമാണ് ഈ അബദ്ധത്തിന് കാരണമായത്. കൊല്ലം ഡിപ്പോയിൽ വെച്ച് മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗം പായസം വാങ്ങി മന്ത്രിക്ക് കൈമാറാൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ ബസ്സിനുള്ളിലെയും പുറത്തെയും കടുത്ത ജനത്തിരക്കിൽപ്പെട്ട് അത് മന്ത്രിയുടെ തലയിലേക്ക് തന്നെ മറിയുകയായിരുന്നു. ഭാഗ്യവശാൽ മന്ത്രിക്ക് കാര്യമായ പൊള്ളലുകളോ മറ്റു പരിക്കുകളോ ഏറ്റിട്ടില്ലെന്നാണ് ഡിപ്പോ അധികൃതരിൽ നിന്നും ലഭ്യമാകുന്ന വിവരം. വലിയൊരു ജനപ്രിയ പദ്ധതിയുടെ ഉദ്ഘാടനത്തിന് വേണ്ടത്ര സുരക്ഷാ ക്രമീകരണം ഒരുക്കിയിട്ടില്ലെന്ന വിമർശനം ഇതോടെ ശക്തമായിട്ടുണ്ട്. VIP-കളും ജനപ്രതിനിധികളും പങ്കെടുക്കുന്ന ഇത്രയും വലിയൊരു ചടങ്ങിൽ തിരക്ക് നിയന്ത്രിക്കുന്നതിലുണ്ടായ പാളിച്ചയാണ് ഈ സംഭവത്തിലൂടെ പുറത്തു വരുന്നത്. ആദ്യ സർവീസ് ബസ് വഴിയിൽ പണിമുടക്കിയതിനു പുറമെ ഉദ്ഘാടന ചടങ്ങിനിടയിൽ മന്ത്രിക്ക് നേരെ ഇങ്ങനെയൊരു അപകടം കൂടി ഉണ്ടായത് കൊല്ലത്തെ പ്രിയദർശിനി പദ്ധതിയുടെ തുടക്കത്തിൽ വലിയൊരു കല്ലുകടിയായി മാറി. സംസ്ഥാന സർക്കാർ ഇത്രയും വലിയൊരു ജനപ്രിയ പദ്ധതി പ്രഖ്യാപിക്കുകയും അതിന്റെ ഉദ്ഘാടന ദിവസം തന്നെ ആ ജില്ലയിലെ സർവീസ് ബസ് വഴിയിൽ കിടക്കുകയും ചെയ്തത് KSRTCയുടെ ഫിറ്റ്നസ് പരിശോധനകളിലെ പാളിച്ചകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. കൃത്യമായ മെയിന്റനൻസ് ഉറപ്പാക്കാതെ ബസ്സുകൾ നിരത്തിൽ ഇറക്കിയതിനെതിരെ യാത്രക്കാർക്കിടയിൽ നിന്നും വ്യാപകമായ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്.